തൊട്ടടുത്ത ദിവസം പ്രഭാതത്തിൽ അത്യാവശ്യക്കാരായ രോഗികളാരും ഇല്ലാതിരുന്നതിനാൽ ഞാൻ നടക്കാനായിട്ടിറങ്ങി. ഞാൻ തിരിച്ചെത്തിയപ്പോൾ തികച്ചും അമ്പരപ്പോടെ കരോലിൻ ശബ്ദം താഴ്ത്തി എന്നോട് പറഞ്ഞു, ഫ്ലോറ അക്രോയിഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നിലുണ്ടായ അമ്പരപ്പ് ഞാൻ പുറത്തേക്ക് കാണിച്ചില്ല. അവൾ തുടർന്നു, അവൾക്ക് ജെയിംസിനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. അവൾ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഞാനും കരോലിനും കൂടി ഞങ്ങളുടെ വിസിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. ആ മുറി വളരെ ചെറുതാണ്. ഫ്ലോറ ജനാലയ്ക്ക് സമീപം ഇരിക്കുന്നു. അവൾ കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. എന്തെല്ലാമോ ആലോചിച്ച് അക്ഷമയോടെ അവൾ 2 കൈകളും കൂട്ടിത്തിരുമെന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ദൈന്യതയും നിരാശയും കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഉള്ളിലുള്ള സങ്കടം മുഴുവനും മറച്ചു പിടിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചിരുന്നു. അവൾ സങ്കടത്തോടെ പറഞ്ഞു, ഡോക്ടർ ഷെപ്പേർഡ്, എനിക്ക് അങ്ങയുടെ സഹായം ആവശ്യമുണ്ട്. ഇതൊരു അപേക്ഷയാണ്. മറുപടി പറഞ്ഞത് കരോലിനാണ്. തീർച്ചയായും അദ്ദേഹം നിന്നെ സഹായിക്കും കുട്ടി. എന്നാൽ കരോലിൻ്റെ സാന്നിധ്യം അവൾക്ക് അത്ര രുചിച്ചില്ലായിരുന്നു എന്ന് മുഖം വ്യക്തമാക്കി. ഡോക്ടർ, എന്നോടൊപ്പം ലാഷസ് വരെ ഒന്ന് വരണം. ലാഷസിലേക്കോ? ഞാൻ അമ്പരപ്പോടെ ചോദിച്ചു. ആ ചെറിയ മനുഷ്യനെ കാണാനാണോ? കരോലിനാണ് ചോദിച്ചത്. അതെ. അദ്ദേഹത്തെ നിങ്ങൾ അറിയുമോ? ഞങ്ങൾ മനസ്സിലാക്കിയത് അയാൾ സർവീസിൽ നിന്നും വിരമിച്ച ഒരു ബാർബറായിരിക്കുമെന്നാണ്. കരോലിൻ ഇത് പറഞ്ഞപ്പോൾ അവളുടെ വിഷാദമുഖമായിരുന്ന നീലക്കണ്ണുകൾക്ക് പെട്ടെന്ന് തിളക്കം വെച്ചതുപോലെ തോന്നി. അവൾ പറഞ്ഞു, അദ്ദേഹമാണ് ഹെർക്യൂൾ പൊയ്റോട്ട്. ഞാൻ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പ്രശസ്തനായ പ്രൈവറ്റ് കുറ്റാന്വേഷകൻ മിസ്റ്റർ പൊയ്റോട്ടാണത്. കുറ്റാന്വേഷണ കഥകളെപ്പോലും വെല്ലുന്ന തരത്തിൽ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. 1 കൊല്ലം മുൻപ് അദ്ദേഹം കുറ്റാന്വേഷണമൊക്കെ ഉപേക്ഷിച്ച് ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗ്രാമത്തിലേക്ക് വന്നത്. എൻ്റെ വല്യച്ഛന് മിസ്റ്റർ പൊയ്റോട്ടുമായി അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരിക്കലും അക്കാര്യം പരസ്യമാക്കുകയില്ലെന്ന് പൊയ്റോട്ടിന് വാക്കുകൊടുത്തിരുന്നു. പൊതുജനങ്ങൾ തന്നെ തിരിച്ചറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അയൽക്കാരനൊരു വലിയ മനുഷ്യനാണല്ലേ? വിസ്മയത്തോടെ ഞാൻ ചോദിച്ചു. ഡോക്ടർ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്, ഫ്ലോറ പറഞ്ഞു. അവൾ പറഞ്ഞത് തികച്ചും ശരിയായിരുന്നു. ഞാൻ മിസ്റ്റർ പൊയ്റോട്ടിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഈ അറിവ് തികച്ചും അപ്രതീക്ഷിതം തന്നെ. കരോലിൻ നെടുവീർപ്പിട്ടു. അദ്ദേഹത്തെ ഇപ്പോൾ കാണേണ്ട കാര്യം എന്താണ്? ഞാൻ ആരാഞ്ഞു. ഈ കൊലപാതകം അന്വേഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ സഹായം തേടാനായിട്ടാണ്, അല്ലാതെ മറ്റെന്തിനാണ്? കരോലിനാണ് പെട്ടെന്ന് മറുപടി പറഞ്ഞത്. അവൾ തുടർന്നു, ജെയിംസേ, നീ വിഡ്ഢിത്തങ്ങൾ ചോദിക്കാതെ. ഞാനൊരു വിഡ്ഢിയായി വേഷം കെട്ടിയതല്ല. എൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കരോലിന് മനസ്സിലാകാൻ പോകുന്നില്ല. അപ്പോൾ ഇൻസ്പെക്ടർ ഡേവിസ് ഈ കേസ് അന്വേഷിച്ചാൽ സത്യം തെളിയില്ലേ? അയാളെ ഫ്ലോറയ്ക്ക് വിശ്വാസമില്ലേ? ഇല്ലെന്ന് വ്യക്തമല്ലേ? എനിക്കാണെങ്കിൽ തീരെയില്ല, കരോലിൻ വെട്ടിത്തുറന്നു പറഞ്ഞു. അവളുടെ അഭിപ്രായ പ്രകടനം കേട്ടാൽ തോന്നും കൊല ചെയ്യപ്പെട്ടത് അവളുടെ അമ്മാവനാണെന്ന്. ഈ കേസ് അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? മാത്രവുമല്ല, അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെയൊരു ഉറപ്പൊന്നും എനിക്കില്ല. എന്നാൽ അദ്ദേഹത്തെ അക്കാര്യത്തിനു വേണ്ടി നാം നിർബന്ധിക്കേണ്ടിയിരിക്കുന്നു. ഫ്ലോറ, നീ ഈ ചെയ്യുന്നത് തികച്ചും ബുദ്ധിപൂർവമായ ഒരു പ്രവൃത്തിയാണെന്ന് കരുതുന്നുണ്ടോ? ഞാൻ ചോദിച്ചു. അതിപ്പോൾ ചോദിക്കേണ്ടതുണ്ടോ? ഫ്ലോറയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളോടൊപ്പം പോകാൻ തയ്യാറായിരുന്നു, കരോലിൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ഡോക്ടറെയാണ്. ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊന്നും തോന്നരുത്, ഫ്ലോറ കരോലിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. സാഹചര്യങ്ങളെ മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകാൻ അവൾക്കറിയാം. സൂചനകളൊന്നും അവൾക്കത്ര ഗുണകരമായി ഭവിക്കാറുമില്ല. ഞാൻ തുറന്നു പറയാം, ഡോക്ടറാകട്ടെ വല്യച്ഛൻ്റെ മൃതദേഹം നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെയാകുമ്പോൾ മിസ്റ്റർ പൊയ്റോട്ടിനോട് സംഭവങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ ഡോക്ടർക്ക് മാത്രമേ കഴിയൂ. കരോലിനെ മുട്ടുകുത്തിക്കാനാണ് ഫ്ലോറ അങ്ങനെ പറഞ്ഞത്. ഫ്ലോറയുടെ ആവശ്യത്തിന്മേൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനാവാതെ ഞാൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് പറഞ്ഞു, ഫ്ലോറ, ഞാൻ പറയുന്നത് ഇതാണ്. നിങ്ങളത് അനുസരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇക്കാര്യത്തിൽ ഒരു കുറ്റാന്വേഷകനെ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് വലിയ പ്രയോജനമുള്ളതായി തോന്നുന്നില്ല. ഇതെൻ്റെ ഒരു ഉപദേശമാണ്. എൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഫ്ലോറ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. അവളുടെ മുഖം കോപം കൊണ്ട് ചുവന്നു വന്നു. ഡോക്ടർ, താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അക്കാരണം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ഈ കേസിൽ ഇടപെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ട്, എനിക്ക് തീരെ ഭയമില്ല. റാൽഫിനെ നിങ്ങളെക്കാളും കൂടുതൽ എനിക്കറിയാം. റാൽഫോ? കരോലിൻ ചോദിച്ചു. ഇക്കാര്യവുമായി അയാൾക്ക് എന്താണ് ബന്ധം? കരോലിൻ്റെ ചോദ്യം ഞങ്ങൾ രണ്ടുപേരും കാര്യമായിട്ടെടുത്തില്ല. റാൽഫിന് കുറച്ചേറെ ദൗർബല്യങ്ങളുണ്ടായിരിക്കാം. ഒന്ന് നിർത്തിയ ശേഷം ഫ്ലോറ തുടർന്നു. അവൻ മുമ്പൊക്കെ ചില വിഡ്ഢിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തികച്ചും തെമ്മാടിത്തങ്ങൾ തന്നെ ആയിരുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ അവൻ ആരെയും കൊല്ലാനുള്ള മനസ്സില്ല. അവനൊരിക്കലും ആരെയും കൊല്ലില്ല. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല, ഞാൻ മറുപടി പറഞ്ഞു.
പിന്നെന്തിനു വേണ്ടിയാണ് ഡോക്ടർ അങ്കിളിന്റെ മൃതശരീരം കണ്ടതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന വഴി രാത്രിയിൽ സത്രത്തിൽ ചെന്നത്? എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ സത്രത്തിൽ ചെന്നിരുന്ന കാര്യം മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല എന്ന് കരുതിയിരുന്നു. അല്പസമയത്തിന് ശേഷം ഞാൻ ചോദിച്ചു, ഇക്കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? രാവിലെ ഞാൻ അവിടെ പോയിരുന്നു. സത്രത്തിലെ വേലക്കാരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് റാൽഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഫ്ലോറ പിന്നെയും എന്തോ പറയാനാഞ്ഞു. ഞാൻ അതിനിട കൊടുക്കാതെ ചോദിച്ചു, റാൽഫ് ഇന്നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന അറിവ് നിങ്ങൾക്ക് അതിനു മുൻപ് ഉണ്ടായിരുന്നില്ല, ശരിയല്ലേ? ഇല്ല, ഞാനാകെ പരിഭ്രമത്തിലായിരുന്നു. ഞാൻ സത്രത്തിൽ ചെന്ന് അവനെ അന്വേഷിച്ചു. ഡോക്ടറോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അവർ എന്നോടും പറഞ്ഞതെന്ന് തോന്നുന്നു. അതായത് ഇന്നലെ 9 മണിക്ക് അവൻ പുറത്തുപോയി, പിന്നീട് ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന്. ഞാൻ അവളുടെ മുഖത്തേക്കും അവൾ എന്നെയും തറപ്പിച്ചു നോക്കി. എൻ്റെ നോട്ടത്തിന് മറുപടി എന്നോണം അവൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് അവൻ തിരിച്ചു വരാഞ്ഞത്? ഒരുപക്ഷെ അവൻ എവിടേക്കെങ്കിലും പോയതായിരിക്കാം. ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവാം. അയാളുടെ സാധന സാമഗ്രികൾ സത്രത്തിൽ ഉപേക്ഷിച്ചിട്ടോ? ഞാൻ സംശയം പ്രകടിപ്പിച്ചു. അവൾ അക്ഷമയോടെ നിലത്ത് ആഞ്ഞു ചവിട്ടി. അത് ഞാനത്ര കാര്യമാക്കുന്നില്ല, അതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകും, അവൾ പറഞ്ഞു. അതുകൊണ്ടാണോ നിങ്ങൾ പൊയ്റോട്ടിൻ്റെ സഹായം തേടാൻ തീരുമാനിച്ചത്? കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ നടക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതുണ്ട്. പോലീസിന് റാൽഫിനെ തെല്ലും സംശയമില്ല. അന്വേഷണം ഇപ്പോൾ മറ്റൊരു വഴിക്കാണ് നീങ്ങുന്നത്. എന്നാൽ താങ്കൾക്ക് തെറ്റി. അവർക്ക് റാൽഫിനെ സംശയമുണ്ട്. ആ ഇൻസ്പെക്ടർ റെഗുലാനിന് എത്തിയിട്ടുണ്ട്. അയാൾ ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, ഒരു ഭയങ്കര സത്വം. ഞാൻ സത്രത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അയാൾ അവിടെ ചെന്നിരുന്നു. അക്കാര്യം സത്രത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ അറിഞ്ഞത്. അയാളുടെ അവരോടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം ചെയ്തത് റാൽഫ് തന്നെയാണെന്ന് അയാൾ വിശ്വസിക്കുന്നതായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ആദ്യ നിഗമനങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ ഡേവിസ് പാർക്കറെ കുറ്റവാളിയായി ചിത്രീകരിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് മിസ്റ്റർ റെഗുലാന് തോന്നിയിട്ടുണ്ടാവാം, ഞാൻ പറഞ്ഞു. പാർക്കറെയോ? കരോലിൻ പുച്ഛത്തോടെയാണ് അങ്ങനെ ചോദിച്ചത്. ഫ്ലോറ എൻ്റെ നേരെ നടന്നു വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ഡോക്ടർ, നമുക്ക് മിസ്റ്റർ പൊയ്റോട്ടിനെ പോയി കാണണം. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ അദ്ദേഹം നമ്മെ സഹായിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ അവിടെ തന്നെ നിശ്ചലനായി നിന്നുകൊണ്ട് വീണ്ടും അവളോട് ചോദിച്ചു, എൻ്റെ ഫ്ലോറ, നമുക്കറിയേണ്ടത് സത്യമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയില്ലേ? തലയാട്ടിക്കൊണ്ട് അവൾ ഗൗരവപൂർവ്വം പറഞ്ഞു. ഡോക്ടർക്ക് അക്കാര്യത്തിൽ തീർച്ചയില്ലായിരിക്കും, എന്നാൽ എനിക്ക് 100% ഉറപ്പുണ്ട്. റാൽഫ് ഒരിക്കലും ഈ കൊലപാതകം ചെയ്യില്ല. റാൽഫ് എത്രമാത്രം എഴുത്തിയാട്ടക്കാരനാണെങ്കിലും അവൻ നല്ലവനാണ്. അവനത് ചെയ്യാനാവില്ല. കൊടും ക്രൂരന്മാരായ കൊലപാതകികളെല്ലാം എപ്പോഴും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്നവരാണെന്ന് ഫ്ലോറ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയുമായിരുന്നു. അവളുടെ സമ്മർദ്ദം തടുത്തു നിർത്താനാവില്ലായിരുന്നു. അതുകൊണ്ട് ഞാനും അവളോടൊപ്പം പോകാൻ തീരുമാനിച്ചു. കരോലിന് വാ തുറക്കാനുള്ള സമയം ഞാൻ നൽകിയതുമില്ല. ഞങ്ങൾ ലാഷ്യസിലെത്തി. വാതിൽ തുറന്നു തന്നതൊരു വൃദ്ധയായിരുന്നു. തികച്ചും പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവരുടെ വിസിറ്റിംഗ് റൂം. മിസ്റ്റർ പൊയ്റോട്ട് അവിടെ ഉണ്ടായിരുന്നു. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ചു. ഇതാരാണ്? മോൺസീഞ്ഞർ ഡോക്ടറോ? എന്നിട്ട് ഫ്ലോറയുടെ നേരെ തിരിഞ്ഞ് അവളെ അഭിവാദ്യം ചെയ്തു. ഒരുപക്ഷെ ഇന്നലെ ഇവിടെ വെച്ചുണ്ടായ ദാരുണമായ സംഭവത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാവണം, ഞാനാണ് പറഞ്ഞു തുടങ്ങിയത്. അയാൾ എൻ്റെ സംസാരം ശ്രദ്ധിച്ചു കേട്ടിരുന്നു. എന്നിട്ട് ഫ്ലോറയുടെ നേരെ നോക്കിയാണ് മറുപടി പറഞ്ഞത്. മാഡം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഭയങ്കരമായ ഒന്നാണ് ഇവിടെ സംഭവിച്ചത്. ആട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഞാൻ അതിന് മറുപടി പറഞ്ഞു തുടങ്ങി. ഫ്ലോറ ആഗ്രഹിക്കുന്നത് താങ്കൾ... ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ ഇടപെട്ടു. ആ കൊലയാളിയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അത് പോലീസിന്റെ പണിയല്ലേ? അദ്ദേഹം ഫ്ലോറയുടെ മുഖത്ത് സംശയഭാവത്തിൽ നോക്കി. അവർക്ക് യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ അവർ തെറ്റായ ദിശയിലേക്കാണ് നീങ്ങുന്നത്. മിസ്റ്റർ പൊയ്റോട്ട്, ഇക്കാര്യത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കില്ലേ? ഇനി പ്രതിഫലത്തിന്റെ കാര്യമാണെങ്കിൽ... ഫ്ലോറയെ മുഴുമിപ്പിക്കാൻ അനുവദിക്കാതെ പൊയ്റോട്ട് കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, പണത്തിന്റെ കാര്യം വിട്ടേക്കുക. ഞാൻ ഒരിക്കലും പണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അയാളുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. അയാൾ തുടർന്ന് പറഞ്ഞു, പണം ആവശ്യത്തിന് ഇപ്പോൾ തന്നെ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇതിൽ ഇടപെട്ടാൽ രണ്ടിലൊന്ന് തീരുമാനിക്കുന്നതുവരെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എത്ര പ്രഗത്ഭനായ കൊലയാളിയാണെങ്കിലും അവനിലേക്ക് എത്താൻ സഹായിക്കുന്ന തെളിവുകൾ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇക്കാര്യം ലോക്കൽ പോലീസിന് തന്നെ വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്? ഫ്ലോറ പൊയ്റോട്ടിന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇല്ല, എനിക്ക് സത്യം എന്താണെന്നറിയണം. എല്ലാ സത്യവും? പൊയ്റോട്ട് പിന്നെയും സംശയിച്ചു. അതെ, എല്ലാ സത്യവും, അവൾ തറപ്പിച്ചു പറഞ്ഞു. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്നാൽ എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത് വിഡ്ഢിത്തമായി പോയെന്ന് പിന്നീട് തോന്നരുത്. ഇനി നടന്നതെല്ലാം എന്നോട് വിശദമായി പറയൂ. ഡോക്ടർ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം നടന്ന കാര്യങ്ങൾക്കെല്ലാം ഡോക്ടർ നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, ഫ്ലോറ പറഞ്ഞു. ഞാൻ നടന്നതെല്ലാം മിസ്റ്റർ പൊയ്റോട്ടിനോട് വിശദീകരിച്ച് പറഞ്ഞു. പൊയ്റോട്ട് ഞാൻ പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഇടയ്ക്ക് അയാൾ സംശയങ്ങൾ ചോദിച്ച് വ്യക്തത വരുത്തി.
ഞാനും ആ ഇൻസ്പെക്ടറും ഫെൻലി പാർക്കിൽ നിന്നും രാത്രിയിൽ പിരിയുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ പോയിറോട്ടിനോട് വിശദീകരിച്ചത്. അപ്പോൾ ഫ്ലോറ എന്നോട് പറഞ്ഞു, ഡോക്ടർ, റാൽഫിനെ കുറിച്ച് കൂടി വിശദമായി പറയൂ. റാൽഫിനെ കുറിച്ച് വിശദീകരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഫ്ലോറയുടെ തുറിച്ചുനോട്ടം എന്നെ അതിന് പ്രേരിപ്പിച്ചു. ഞാൻ റാൽഫിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയപ്പോൾ പോയിറോട്ട് ചോദിച്ചു, താങ്കൾ വീട്ടിലേക്ക് വരും വഴി സത്രത്തിൽ കയറിയിരുന്നു അല്ലേ? സത്യം പറയൂ, അതെന്തിനായിരുന്നു? പോയിറോട്ടിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞത് ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷമായിരുന്നു. അക്രോയിഡിനുണ്ടായ ദുരന്തം റാൽഫിനെ അറിയിക്കണമെന്ന് ഞാൻ കരുതി. ആ കാര്യം ഞാൻ തന്നെ നേരിട്ടറിയിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നി. ഫെൻലി പാർക്കിൽ നിന്നും തിരികെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്. റാൽഫ് സത്രത്തിലുണ്ടെന്ന കാര്യം എനിക്കും മിസ്റ്റർ അക്രോയിഡിനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പോയിറോട്ട് തലകുലുക്കി കേട്ടുകൊണ്ടിരുന്നു. ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ അവിടെ പോയതിന് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതെ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അതോ റാൽഫ് അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണോ? ഞാൻ എന്തിനാണ് അങ്ങനൊന്ന് ഉറപ്പാക്കേണ്ടത്? ഡോക്ടർ, ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് താങ്കൾക്ക് തീർച്ചയായും ബോധ്യമായിട്ടുണ്ട്. എന്നാൽ മനസ്സിലായില്ലെന്ന് താങ്കൾ നടിക്കുന്നു. ഇന്നലെ രാത്രിയിൽ റാൽഫ് സത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നറിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആശ്വാസമാവുമായിരുന്നു. ഇല്ല, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് പരിപൂർണമായും വിശ്വസിക്കാത്ത വിധം പോയിറോട്ട് തലകുലുക്കി. താങ്കൾ ഈ പെൺകുട്ടിയെപ്പോലെ എന്നെ വിശ്വാസത്തിലെടുക്കുന്നില്ല. അതൊക്കെ പോട്ടെ. ഇവിടെ ക്യാപ്റ്റൻ റാൽഫ് പേറ്റനെ കാണാനില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ റാൽഫ് പേറ്റന്റെ തിരോധാനം അത്യന്തം ഗൗരവമർഹിക്കുന്ന ഒന്നാണ്. അതിന്റെ കാരണം നാം കണ്ടെത്തേണ്ടതുണ്ട്. ഞാനും അക്കാര്യം തന്നെയാണ് പറയുന്നത്. ഫ്ലോറ അതീവ താല്പര്യത്തോടെയാണ് പറഞ്ഞത്. ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന ലോക്കൽ പോലീസിനെ പോയി കണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് മാത്രം പോയിറോട്ട് പറഞ്ഞു. ഫ്ലോറ തൽക്കാലം വീട്ടിലേക്ക് പോകട്ടെ എന്നും ഞാൻ അദ്ദേഹത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്നും പോയിറോട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ഇൻസ്പെക്ടർ ഡേവിസ് സ്റ്റേഷന്റെ പുറത്തു തന്നെയുണ്ടായിരുന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ചീഫ് കോൺസ്റ്റബിളായിരുന്ന കേണൽ മെൽറോസും മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപരിചിതനായ ആ മനുഷ്യൻ ഫ്ലോറ വൃത്തികെട്ടവനെന്ന് വിശേഷിപ്പിച്ച ഇൻസ്പെക്ടർ റെഗിലാനാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. മിസ്റ്റർ മെൽറോസിനെ എനിക്ക് മുൻപ് തന്നെ പരിചയമുണ്ട്. ഞാൻ മിസ്റ്റർ പോയിറോട്ടിനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് വിശദമായി പറഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ മെൽറോസിന് ദേഷ്യമാണ് തോന്നിയത്. എന്റെ വർത്തമാനം ശ്രദ്ധിച്ച ഇൻസ്പെക്ടർ റെഗിലാന്റെ മുഖം കോപം കൊണ്ട് കറുത്തു. ഇൻസ്പെക്ടർ ഡേവിസ് ആകട്ടെ വല്ലാതെയായി. റെഗിലാൻ ഡേവിസിനെ നോക്കി പറഞ്ഞു, ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പുറത്തുനിന്നുള്ള ഒരിടപെടലിന്റെ ആവശ്യമില്ല. ഇന്നലെ രാത്രിയിലെ സംഭവങ്ങൾ സസൂക്ഷ്മം മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ ബോധ്യപ്പെടും. മാത്രവുമല്ല, കൊലപാതകം കഴിഞ്ഞിട്ട് 12 മണിക്കൂർ പോലും ആയിട്ടില്ല. അയാളുടെ മുഖത്ത് പരിഹാസം കണ്ടപ്പോൾ ഡേവിസ് തലതാഴ്ത്തി നിന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് അക്രോയിഡിന്റെ കുടുംബക്കാരാണ്, കേണൽ മെൽറോസ് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഔദ്യോഗിക അന്വേഷണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. മിസ്റ്റർ പോയിറോട്ട് പ്രശസ്തനായ കുറ്റാന്വേഷകനാണെന്ന് എനിക്കറിയാം. ഇത് പറയുമ്പോൾ അയാളുടെ മുഖത്ത് പോയിറോട്ടിനുള്ള ആദരവ് വ്യക്തമായിരുന്നു. പോലീസിന് ഒരിക്കലും തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരസ്യങ്ങൾ നടത്താൻ കഴിയില്ലല്ലോ. അതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ ഗതികേട്. റെഗിലാൻ പരിഹാസത്തോടെയാണിത് പറഞ്ഞത്. പോയിറോട്ട് സംസാരിച്ചു തുടങ്ങി. സർ, ഞാൻ ഔദ്യോഗിക വൃത്തിയിൽ നിന്ന് പിരിഞ്ഞ് സ്വസ്ഥനായി ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. ഇനിമേലിൽ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമാകാനും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അങ്ങനെ ഇടപെട്ടാൽ ജനങ്ങളത് തിരിച്ചറിയും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഈ കേസിൽ ഞാൻ ഇടപെട്ട് മുന്നോട്ട് പോയാലും അത് കേസന്വേഷണത്തിൽ നിങ്ങൾക്കൊരു സഹായമായി മാത്രം കണക്കാക്കിയാൽ മതി. എന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. പോയിറോട്ടിന്റെ വാക്കുകൾ ഇൻസ്പെക്ടർ റെഗിലാനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. കറുത്തിരുണ്ടിരുന്ന അയാളുടെ മുഖം പെട്ടെന്ന് തന്നെ പ്രകാശമാനമായി. ഞാൻ താങ്കളെക്കുറിച്ചും താങ്കളുടെ നേട്ടങ്ങളെക്കുറിച്ചും വളരെയേറെ കേട്ടിരിക്കുന്നു, അയാൾ പറഞ്ഞു. ഏതായാലും കുറ്റാന്വേഷണ രംഗത്ത് എനിക്ക് നിങ്ങളെക്കാളേറെ പരിചയവും അനുഭവവും ഉണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, എല്ലാ നേട്ടങ്ങളും ഇന്നാട്ടിലെ പോലീസിന്റെ കൂടി സഹായം കൊണ്ട് നേടിയെടുത്തതാണ്. ഇന്നാട്ടിലെ പോലീസിന്റെ പ്രവർത്തനത്തിൽ ഞാൻ വളരെയേറെ സംതൃപ്തനാണ്, ബഹുമാനവുമുണ്ട്. ഇൻസ്പെക്ടർ റെഗിലാൻ താങ്കളെ സഹായിക്കാനായാൽ അതൊരു ബഹുമതിയായി മാത്രമേ ഞാൻ കാണുകയുള്ളൂ. പോയിറോട്ടിന്റെ വർത്തമാനം റെഗിലാന്റെ സന്തോഷത്തെ ഇരട്ടിപ്പിച്ചു. കേണൽ മെൽറോസ് എന്നെ അകലേക്ക് മാറ്റി നിർത്തി സംസാരിച്ചു. സത്യം പറയാമല്ലോ, ഞാൻ കേട്ടിട്ടുള്ള കഥകൾ വെച്ച് നോക്കിയാൽ ഈ ചെറിയ മനുഷ്യൻ അത്ഭുതങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. അല്പം താഴ്ന്ന ശബ്ദത്തിൽ മെൽറോസ് എന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തുടർന്നു. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിന്റെ സഹായം തേടാൻ മടിയുണ്ട്. റെഗിലാന് ഈ കേസ് തെളിയിക്കാനാകുമെന്ന് വിശ്വാസവുമുണ്ട്. എന്നാൽ എനിക്ക് അക്കാര്യത്തിൽ വിശ്വാസം തീരെയില്ല. നാളിതുവരെ സങ്കീർണമായ കേസുകളൊന്നും അന്വേഷിച്ച പരിചയമൊന്നും അയാൾക്കില്ല. ഞങ്ങളോടൊപ്പം ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നുവെന്ന് മാത്രം. അതുതന്നെയാണ് അയാളുടെ പ്രശസ്തിയും, ഞാൻ പതുക്കെ പറഞ്ഞു. മെൽറോസ് ശബ്ദം അല്പം ഉച്ചത്തിലാക്കി പറഞ്ഞു. മിസ്റ്റർ പോയിറോട്ട്, ഞാൻ ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ അങ്ങേക്ക് മനസ്സിലാക്കി തരാം. വളരെ നന്ദി.
നമ്മുടെ ഡോക്ടർ പറയുന്നത് നിങ്ങൾ പോലീസുകാർക്ക് ആ കുശിനിക്കാരനെയാണ് സംശയമെന്ന്. ഏയ്, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല, രഘുലാൻ തുടർന്നു. വലിയ വീടുകളിലെ വേലക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ് സംശയകരമായി പെരുമാറുക എന്നത്. വിരലടയാളങ്ങളുടെ കാര്യമോ? അതേതായാലും പാർക്കറുടേതല്ല. തികച്ചും നിരാശയോടുകൂടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്, രഘുലാൻ തുടർന്നു. അതുമാത്രവുമല്ല, റെയ്മണ്ടിന്റെയോ നമ്മുടെ ഡോക്ടറുടെയോ വിരലുകളുമായും അത് യോജിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ റാൽഫിന്റെ വിരലുകളുമായി? പൊയ്റോട്ട് സംശയഭാവത്തിൽ നിർത്തിയിട്ട് രഘുലാന്റെ മുഖത്തു നോക്കി. പൊയ്റോട്ടിന്റെ അവസരോചിതമായ നീക്കം എന്നെ സന്തോഷവാനാക്കി. അദ്ദേഹം കാളയുടെ കൊമ്പിൽ തന്നെയാണ് കടന്നു പിടിച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആ ഇൻസ്പെക്ടറുടെ കണ്ണുകളിൽ പൊയ്റോട്ടിനുള്ള ആദരവ് തത്തിക്കളിക്കുന്നത് എനിക്ക് കാണാനാവുമായിരുന്നു. നിങ്ങൾ നിൽക്കുന്നതിനടിയിൽ ഒരു പുല്ലെങ്കിലും നാമ്പെടുക്കാൻ അനുവദിക്കുന്നത് സന്തോഷകരമായിരിക്കും. ആ യുവാവിനെ പിടികൂടിയാലുടൻ ഇക്കാര്യം പരിശോധിക്കുന്നതാണ്. ഇൻസ്പെക്ടർ സാർ, താങ്കൾക്ക് തെറ്റുപറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കേണൽ മെൽറോസ് ആണ് ഇത് പറഞ്ഞത്. അദ്ദേഹം തുടർന്നു. കുഞ്ഞുനാൾ മുതൽ തന്നെ എനിക്കറിയാവുന്ന കുട്ടിയാണ് റാൽഫ്. അവൻ ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ തുനിയില്ല. ഇല്ലായിരിക്കാം, രഘുലാൻ നിസ്സാരമട്ടിൽ പ്രതികരിച്ചു. അട്ടെ, എന്തുകൊണ്ടാണ് താങ്കൾ അവനെ സംശയിക്കാൻ കാരണം? ഞാൻ ചോദിച്ചു. ഇന്ന് ഏതാണ്ട് 9 മണിയോടടുത്ത സമയത്ത് തന്നെ അവൻ കടന്നു കളഞ്ഞിരിക്കുന്നു. 9:30 മണി സമയത്ത് ഫെൻലി പാർക്കിന് സമീപം അവനെ കണ്ടവരുണ്ട്. പിന്നീട് ആരും അവനെ കണ്ടിട്ടില്ല. പണത്തിന് വളരെയേറെ ആവശ്യം അവനുണ്ടായിരുന്നുവെന്നും കേൾക്കുന്നു. അവന്റെ ഒരു ജോഡി ഷൂസ് എനിക്ക് ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. അതിനടിയിൽ റബ്ബർ കട്ടകൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇമാതിരി 2 ജോഡി ഷൂസുകൾ അവനുണ്ടായിരുന്നു. അക്രോയിഡിന്റെ വീടിന്റെ പരിസരത്ത് മണലിൽ കണ്ട ഷൂസിന്റെ പാടുകളും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് പരിശോധിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ആ കാലടിപ്പാടുകൾ ആരും ചവിട്ടി മായ്ച്ചു കളയാതിരിക്കാൻ പോലീസ് കാവലേർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, അങ്ങനെയെങ്കിൽ വേഗത്തിൽ അങ്ങോട്ട് പോകാം. മിസ്റ്റർ മെൽറോസ് ആണത് പറഞ്ഞത്. മിസ്റ്റർ പൊയ്റോട്ടും ഡോക്ടറും ഞങ്ങളോടൊപ്പം വരികയല്ലേ? അദ്ദേഹം ഞങ്ങളെ നോക്കി ചോദിച്ചു. ഞങ്ങൾ കൂടെ പോകാൻ തയ്യാറായിരുന്നു. എല്ലാവരും കൂടി കേണലിന്റെ കാറിൽ ഫെൻലി പാർക്കിലേക്ക് തിരിച്ചു. കാലടിപ്പാടുകൾ പരിശോധിക്കാൻ ഇൻസ്പെക്ടർ രഘുലാൻ തിടുക്കം കൂട്ടി. ഞങ്ങൾ ഗേറ്റിന് പുറത്തു തന്നെ ഇറങ്ങി അകത്തേക്ക് നടന്നു. വഴി പകുതി എത്തിയപ്പോൾ വലത്തോട്ട് തിരിയുന്നു. ടെറസിനെ ചുറ്റി ആ വഴി എത്തി നിൽക്കുന്നത് അക്രോയിഡിന്റെ സ്റ്റഡി റൂമിന്റെ ജനാലയ്ക്ക് സമീപത്താണ്. ചീഫ് കോൺസ്റ്റബിളായിരുന്ന കേണൽ മെൽറോസ് പൊയ്റോട്ടിനോട് ഇൻസ്പെക്ടറോടൊപ്പം അങ്ങോട്ട് പോകുന്നുണ്ടോ അതോ സ്റ്റഡി റൂമിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നുണ്ടോ എന്നറിഞ്ഞു. പൊയ്റോട്ട് സ്റ്റഡി റൂമിലേക്ക് പോകാനാണ് താല്പര്യം കാണിച്ചത്. പാർക്കർ വാതിലുകൾ തുറന്നു തന്നു. അയാളുടെ പെരുമാറ്റം കഴിഞ്ഞ രാത്രിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. തലേ ദിവസത്തെ ഭീകര സംഭവങ്ങളിൽ നിന്നും അയാൾ മോചിതനായതുപോലെ തോന്നി. കേണൽ മെൽറോസ് തന്റെ പോക്കറ്റിൽ നിന്നും താക്കോലെടുത്ത് സ്റ്റഡി റൂമിലേക്കുള്ള കോണിപ്പടിയുടെ താഴ്ഭാഗത്തെ വാതിൽ തുറന്നു തന്നു. ഞങ്ങൾ അതിലെ അകത്തേക്ക് കയറി മുന്നോട്ട് നടന്നു. സർ, ശവശരീരം ഇവിടെ നിന്നും മാറ്റിയതൊഴിച്ചാൽ ഈ മുറിയിൽ എല്ലാം പഴയപടിയാണ്, കേണൽ പൊയ്റോട്ടിനോട് പറഞ്ഞു. ശവശരീരം എവിടെയാണ് നിങ്ങൾ ആദ്യം കണ്ടത്? പൊയ്റോട്ട് ചോദിച്ചു. മിസ്റ്റർ അക്രോയിഡിന്റെ ശവശരീരം ഞാൻ ആദ്യം കണ്ട സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുത്തു. നെരിപ്പോടിന് സമീപത്ത് തന്നെ അയാൾ ഇരുന്നിരുന്ന ചാരുകസേര കിടന്നിരുന്നു. പൊയ്റോട്ട് ചെന്ന് ആ കസേരയിലിരുന്നു. നിങ്ങൾ ഒരു നീലക്കവറുള്ള കത്തിന്റെ കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ആട്ടെ, നിങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ ആ കത്ത് എവിടെയായിരുന്നു? അക്രോയിഡ് തന്റെ വലതുവശത്തുണ്ടായിരുന്ന ഈ മേശയുടെ പുറത്താണ് ആ കത്ത് വെച്ചത്. ആ കത്തൊഴിച്ച് ഈ മുറിയിലുള്ള സകലമാന സാധനങ്ങളും അതാതിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ടല്ലോ, അല്ലേ? അങ്ങനെ വേണം കരുതാൻ. കേണൽ മെൽറോസ്, താങ്കൾ ഒരു നിമിഷ നേരത്തേക്ക് ഈ കസേരയിൽ ഒന്നിരിക്കുക. ഡോക്ടർ, താങ്കൾ അക്രോയിഡിന്റെ കഴുത്തിൽ കത്തി കണ്ടെന്ന് പറയുന്ന സ്ഥലം ഒന്ന് കൃത്യമായി എനിക്ക് കാണിച്ചു തരിക. മെൽറോസ് കസേരയിലിരുന്നു. മിസ്റ്റർ പൊയ്റോട്ടാകട്ടെ വാതിലിലേക്ക് നീങ്ങി നിന്നു. ഞാൻ കത്തി കുത്തിയിറക്കിയിരുന്ന സ്ഥലം കൃത്യമായി കാണിച്ചു കൊടുത്തു. കത്തിയുടെ പിടി മുഴുവനും പുറത്തേക്ക് തള്ളിയിരുന്നു. താങ്കളും പാർക്കറും അത് വ്യക്തമായി കാണുകയും ചെയ്തു, അല്ലേ? ശരിയാണ്. നിങ്ങൾ രണ്ടുപേരും ഈ മുറിയിലേക്ക് കടന്നപ്പോൾ ലൈറ്റ് കത്തിക്കിടക്കുകയായിരുന്നു. ജനാലയുടെ സമീപത്ത് നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പൊയ്റോട്ട് ചോദിച്ചു. ആയിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു. പൊയ്റോട്ട് ഈ സമയം ജനലിഴികളിലെ അടയാളങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. റബ്ബർ കട്ടകൾ കാണുമ്പോൾ അത് റാൽഫിന്റെ ഷൂസിന്റെ അടിയിലുള്ളതുമായി പൊരുത്തപ്പെടുന്നുണ്ട്. പൊയ്റോട്ട് പതുക്കെ നിർത്തി പറഞ്ഞു. അദ്ദേഹം വീണ്ടും ആ മുറിയുടെ മധ്യത്തിലേക്ക് നീങ്ങി. പൊയ്റോട്ടിന്റെ കണ്ണുകൾ ആ മുറിയാകെ ഒപ്പിയെടുത്തു. അദ്ദേഹം നാലുപാട് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു. ഡോക്ടർ, താങ്കൾ നല്ലൊരു നിരീക്ഷകനാണെന്നാണ് തോന്നുന്നത്. നെരിപ്പോട് എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ നിങ്ങൾ വാതിൽ തുറന്ന അകത്ത് അക്രോയിഡ് മരിച്ചു കിടക്കുന്നത് കാണുന്ന സമയത്ത് നെരിപ്പോട് കത്തുന്നുണ്ടായിരുന്നോ അതോ അത് അണഞ്ഞു കിടക്കുകയായിരുന്നോ? അക്കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ റെയ്മണ്ടോ മേജർ ബ്ലെൻഡോ അക്കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. നേരിയ ഒരു മന്ദഹാസത്തോടെ പൊയ്റോട്ട് തലകുലുക്കി. ഏതൊരു കേസന്വേഷണത്തിനും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ അങ്ങനെ ചോദിച്ചത് അബദ്ധമായി പോയി. ഓരോ തൊഴിലുകാർക്കും ആവശ്യം അവർക്ക് മാത്രം ആവശ്യമുള്ള അറിവുകളാണ്. ഒരു രോഗിയുടെ കാര്യമാണ് താങ്കളോട് ചോദിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ താങ്കൾക്കേറെ കൃത്യതയോടെ പറയാനും കഴിയുമായിരുന്നു.
തീയുടെ കാര്യം അത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരോട് ചോദിച്ചാലേ കാര്യമുള്ളൂ. ഒന്ന് നിൽക്കണേ. ഇത്രയും പറഞ്ഞിട്ട് പൊയ്റോട്ട് നെരിപ്പോട്ടിനടുത്തേക്ക് ചെന്ന് പോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഏതാനും മിനിറ്റുകൾക്കകം പാർക്കർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. സർ, അങ്ങ് ബെല്ലടിച്ചിരുന്നോ? പാർക്കർ കയറി വരൂ. ഇദ്ദേഹത്തിന് നിങ്ങളോടെന്തോ ചോദിക്കാനുണ്ട്, കേണൽ മെൽറോസ് പറഞ്ഞു. പാർക്കറും പൊയ്റോട്ടും മുഖാമുഖം നോക്കി നിന്നു. പൊയ്റോട്ട് ചോദിച്ചു, പാർക്കർ, ഇന്നലെ രാത്രിയിൽ നിങ്ങളും നമ്മുടെ ഡോക്ടറും കൂടി ഈ മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അക്രോയിഡ് മരിച്ചതായി നിങ്ങൾ കണ്ട സമയത്ത് ഈ നെരിപ്പോടിൽ തീ കത്തുന്നുണ്ടായിരുന്നുവോ? പാർക്കർ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, സർ, നെരിപ്പോടിൽ തീ ഏതാണ്ട് അണഞ്ഞ അവസ്ഥയിലായിരുന്നു. തൻ്റെ കേസന്വേഷണത്തിൻ്റെ ആദ്യ കടമ്പ വിജയകരമായിരുന്നു എന്ന് ധരിപ്പിക്കുന്ന വിധം സന്തോഷകരമായൊരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പൊയ്റോട്ട് പറഞ്ഞു, പാർക്കർ, ഈ മുറിയിലെ സാധനങ്ങൾക്ക് ആ സമയത്തിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയേ. പാർക്കർ മുറിയാകെ കണ്ണോടിച്ച് കണ്ണുകളെ ജനാലയിൽ ഉറപ്പിച്ചു നിർത്തി. സർ, ജനൽ കർട്ടനുകൾ താഴ്ത്തിയാണ് ഇട്ടിരുന്നത്. ലൈറ്റ് കത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കസേര അല്പം നീങ്ങിയാണ് കിടന്നിരുന്നത്. കസേര എവിടെയാണ് കിടന്നിരുന്നത്? വേഗം കാണിച്ചു തരൂ. പാർക്കർ ആ കസേര ഭിത്തിയിൽ നിന്നും 2 അടി അകലേക്ക് വാതിലിന് അഭിമുഖമായി വരത്തക്കവണ്ണം മാറ്റിയിട്ടു. ഒരു മനുഷ്യനും അങ്ങനെ കസേരയിട്ടിരിക്കാൻ ശ്രമിക്കാറില്ല. പിന്നെ ആരാണത് തള്ളി നീക്കിയത്? നിങ്ങളാണോ പാർക്കർ? ഒരിക്കലുമല്ല സർ. യജമാനന്റെ അവസ്ഥ കണ്ട് ഞാൻ പരിഭ്രമിച്ച അവസ്ഥയിലായിരുന്നു അപ്പോൾ. എന്നെ നോക്കിക്കൊണ്ട് പൊയ്റോട്ട് ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ? ഞാൻ അല്ലെന്ന് തലയാട്ടി കാണിച്ചു. പോലീസുമായി ഞാൻ എത്തുമ്പോൾ അത് പിന്നിലേക്ക് നീങ്ങിയ അവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട് സാർ, പാർക്കർ തറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷെ റെയ്മണ്ടോ അല്ലെങ്കിൽ ബ്ലെൻഡോ ആയിരിക്കും അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഊഹിച്ചു. ഞാൻ ചോദിച്ചു, ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണോ? ഒരു പ്രാധാന്യവും ഇതിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഞാൻ താല്പര്യം കാണിച്ചതും. സാർ, ക്ഷമിക്കണം. ഇത്രയും പറഞ്ഞിട്ട് കേണൽ മെൽറോസ് പാർക്കറെയും വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. പാർക്കറുടെ വാക്കുകൾ വിശ്വസിക്കാവുന്നതാണോ? ഞാൻ ചോദിച്ചു. കസേരയുടെ കാര്യം അവൻ പറഞ്ഞത് ശരിയാണ്. മറ്റൊന്നും ശരിയാണോ എന്ന് നിശ്ചയമില്ല. ഡോക്ടർക്കറിയാമോ, ഇത്തരം കൊലപാതക കേസുകളിൽ ചിലതിനെല്ലാം സാമ്യമുണ്ടായിരിക്കും. ഏതൊക്കെ? ആ കേസുമായി ബന്ധപ്പെടുന്ന ഓരോ മനുഷ്യനും എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടാവും. എനിക്കുമുണ്ടോ? ഞാൻ ചോദിച്ചു. പൊയ്റോട്ട് എന്നെ ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾക്കുമുണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ ഞാൻ സംശയിച്ചു. അദ്ദേഹം തുടർന്ന് പറഞ്ഞു, നിങ്ങൾ റാൽഫ് പേറ്റനെ കുറിച്ച് അറിവുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞോ? ഇല്ല. പൊയ്റോട്ട് ചിരിച്ചു. എനിക്ക് വല്ലാത്ത ദേഷ്യവും സങ്കടവും ഉണ്ടായി. ഓഹ്, താങ്കൾ സംശയിക്കേണ്ട. ഞാൻ താങ്കളെ ഇപ്പോൾ നിർബന്ധിക്കുന്നില്ല. അതെല്ലാം ശരിയായ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞുകൊള്ളാം. മിസ്റ്റർ പൊയ്റോട്ട്, താങ്കൾ ശരിയായ ദിശയിലേക്ക് തന്നെയല്ലേ നീങ്ങുന്നത്? നിങ്ങളുടെ വഴി ഏതാണെന്ന് ഒന്ന് പറയാമോ? ഉദാഹരണമായി ഞാൻ പറഞ്ഞാൽ, താങ്കൾ തീയുടെ കാര്യം ചോദിച്ചത് എൻ്റെ ആശയക്കുഴപ്പം തീർക്കാനായിട്ടാണ് അങ്ങനെ ചോദിച്ചത്. ഓ, അതാണോ കാര്യം? അത് വളരെ നിസ്സാരമാണ്. നിങ്ങൾ അക്രോയിഡിൻ്റെ അടുത്ത് നിന്നും പോയത് 9:10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴല്ലേ? അതെ, സമയം കൃത്യമാണ്. ജനാലകളെല്ലാം തന്നെ ഭദ്രമായി അടച്ചു പൂട്ടിയിരുന്നു. 10:15 നിങ്ങൾ ശവം കാണുമ്പോൾ വാതിലടച്ചു പൂട്ടിയ നിലയിലുമായിരുന്നു. ജനാലകൾ തുറന്നും കിടന്നു. ആരായിരിക്കും ജനാലകൾ തുറന്നത്? മിസ്റ്റർ അക്രോയിഡ് തന്നെയാണ് ജനാലകൾ തുറന്നതെന്ന് വ്യക്തമാണ്. അക്രോയിഡ് അങ്ങനെ ചെയ്യാൻ പല കാരണങ്ങളുണ്ടാവാം. ഒന്നുകിൽ മുറിക്കുള്ളിലെ ചൂട് വർദ്ധിച്ചിട്ടുണ്ടാവണം. പക്ഷേ കാരണം അതായിരിക്കില്ല. ഇന്നലെ രാത്രിയിൽ ചൂട് വളരെ കുറവായിരുന്നു. ഇനി മറ്റൊരു സാധ്യത, ജനാല വഴി അക്രോയിഡ് ആരെയെങ്കിലും അകത്തേക്ക് കയറ്റിയിരിക്കണം. അക്രോയിഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് അയാളുമായി നല്ല ബന്ധമുള്ള ആളായിരിക്കുമെന്ന് തീർച്ചയാണ്. മാത്രവുമല്ല, താങ്കൾ ഉള്ളപ്പോൾ തന്നെ ആ ജനാലയെക്കുറിച്ച് അക്രോയിഡ് ഉത്കണ്ഠപ്പെടുകയും ചെയ്തിരുന്നു. അത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം വളരെ നിസ്സാരമായ കാര്യങ്ങൾ തന്നെ. ലഭ്യമായ വസ്തുതകളെ നാം ശരിയായി വിലയിരുത്തുമ്പോൾ ഇന്നലെ രാത്രിയിൽ 9:30 മണിക്ക് അക്രോയിഡിന്റെ സമീപമുണ്ടായിരുന്ന മനുഷ്യന്റെ വ്യക്തിത്വം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തി ഈ മുറിയിലേക്ക് കയറിയത് ജനാല വഴി തന്നെയാണ്. അത് കഴിഞ്ഞാണ് അക്രോയിഡിനെ ഫ്ലോറ കണ്ടത്. അതുകൊണ്ട് തന്നെ വന്നയാൾ ആരാണെന്ന നിഗൂഢത അനാവരണം ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല. ആ വ്യക്തി ഇറങ്ങിപ്പോയപ്പോൾ തുറന്നു കിടന്ന ജനാല വഴി തന്നെ കൊലയാളിയും അകത്ത് കയറിയിരിക്കണം. ജനാല വഴി തന്നെ പുറത്തേക്കും പോയിരിക്കണം. ഓഹ്, കേണലെത്തിയല്ലോ. എന്തെല്ലാമോ പുതുതായി കണ്ടെത്തിയതിന്റെ വിജയഭാവത്തോടെയാണ് കേണൽ മെൽറോസ് മുറിയിലേക്ക് വന്നത്. സർ, ടെലിഫോൺ വിളിച്ചത് ഇവിടെ നിന്നുമല്ല. കിങ്സ് ആബർട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 10:15 ഡോക്ടർ ഷെപ്പേർഡിന്റെ ഫോണിലേക്ക് കോൾ പോയിട്ടുണ്ട്. 10:23 ലിവർപൂളിലേക്കുള്ള നൈറ്റ് മെയിൽ പോകുന്നത്.